ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1947. ഇന്ന് ഏപ്രിൽ മാസം 30 ഈ ആണ്ടിലെ 120 ദിവസത്തിലെത്തി. അങ്ങനെ 4 മാസവും തീരുകയാണ്. ക്രിസ്തുയേശു ചോദിച്ചൊരു കാര്യമാണ് നമ്മൾ ഓരോരുത്തരോടും. നിങ്ങളിൽ ആരാണ് തേടിപ്പോകാത്തത് എന്നായിരുന്നു ചോദ്യം. എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും തന്നെ തേടിപ്പോകുമെന്നാണ് നമ്മളിൽ ക്രിസ്തുയേശു ആഴത്തിൽ വിശ്വസിച്ചത്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിനകത്ത് പങ്കുവയ്ക്കപ്പെടുന്ന 3 കഥകളിലും നമ്മുടെ കർത്താവ് പറഞ്ഞ ഉപമകളിൽ ഇത് ആവർത്തിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരാണ് അന്വേഷിച്ച് ഇറങ്ങാത്തത്, പോകാത്തത്, അന്വേഷിക്കാനായിട്ട് പാടുപെടാത്തത്? എന്ന് വെച്ചാൽ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചറിഞ്ഞാല് നഷ്ടപ്പെടുത്തതിനെ തിരികെ കിട്ടാനായിട്ട്, തിരികെ കണ്ടെത്താനായിട്ട് അന്വേഷിച്ചിറങ്ങും. ആരംഭത്തിൽ 100 ആടുകളുള്ള ഒരു ഇടയനെ കുറിച്ചായിരുന്നു പരാമർശം. 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകും. അങ്ങനെ തേടി പോകാത്തത് നിങ്ങളിൽ ആരാന്നാ ചോദിച്ചത്. എന്ന് വെച്ചാൽ അത്രത്തോളം ഒരു ശുഭവിശ്വാസമുണ്ടായിരുന്നു കർത്താവിന്. നമ്മളെല്ലാവരും തന്നെ നഷ്ടപ്പെട്ടതിനെ അന്വേഷിച്ചിടണം. എൻ്റെ നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഓർത്തിട്ടുണ്ടോ? ഒന്ന് വ്യാകുലപ്പെടേണ്ടതല്ലേ? മൂല്യബോധം ഏതെങ്കിലും കാലത്ത് നമുക്കൊപ്പം ഉണ്ടായിരുന്നതിനെ അതും അറിയില്ല, ഉറപ്പില്ല. ഏതെങ്കിലുമൊക്കെ കാലത്ത് ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ പിന്നീട് നമ്മൾ വളർന്നതിനിടയിൽ, മുതിർന്നതിന്റെ തിരക്കുകൾക്കിടയിൽ ഈ മൂല്യബോധം, നന്മ, ആർദ്രത, നനവ്, പച്ചപ്പ് ഒക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലും നമ്മൾ ഇന്ന് അറിയുന്നില്ല. ക്രിസ്തുയേശു പറഞ്ഞത് 99 അവിടെ വിട്ടിട്ട് ആ നഷ്ടപ്പെട്ടതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞതിനാൽ, അത് അത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അതിനന്വേഷിച്ചു പോകും. എൻ്റെ ഉള്ളിലെ യേശു അംശത്തെക്കുറിച്ച് കുറച്ചുകൂടി ഞാനിന്ന് വ്യാകുലപ്പെടട്ടെ. ആ യേശു അംശത്തിനു വേണ്ടി അന്വേഷിച്ചിറങ്ങട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.